ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ശാസ്ത്രത്തിന്റെ സമസ്ത മേഖലയും ഉണർവ് പകർന്ന് ദേശീയ ശാസ്ത്രദിന പരിപാടികൾ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ആരംഭിച്ചു. പ്രകാശത്തിന്റെ അനന്തസാധ്യതകളെ തുറന്നു കാട്ടുന്ന സെമിനാർ കുട്ടികളെ വെളിച്ച വിധാനത്തിന്റെ പുതിയ തലത്തിലാണ് എത്തിച്ചത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. അന്യസംസ്ഥാന മോഷ്ടാക്കൾക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചു. മലപ്പുറത്ത് പിടിയിലായത് 2 സ്ത്രീകൾ. സമസ്തയുടെ സമാധാനപരമായ പ്രവർത്തനത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചേ മതിയാകൂ എന്ന് സമസ്ത കേരള ജമാഅത്തുൽ ഉലമ. ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകാശോർജ്ജത്തെക്കുറിച്ച് സെമിനാർ കോഴിക്കോട്ട്. വിശദമായ വാർത്തകളിലേക്ക്. സമസ്തയുടെ സമാധാനപരമായ പ്രവർത്തനത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി വിധിച്ചേ മതിയാകൂ എന്ന് സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ഭാരവാഹികൾ. സമസ്തയുടെ 90ാം വാർഷികം വിപുല പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമസ്തയുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും മുഷാവറയുടെ അംഗീകാരത്തോടെ മാത്രമേ സാധൂകരിക്കപ്പെടുകയുള്ളൂ എന്ന നിബന്ധന നിലനിൽക്കുമ്പോൾ മുഷാവറയെ ധിക്കരിച്ച് പുതിയ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഒരു വിഭാഗം പരമ്പരാഗതമായി സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾ, മഹലുകൾ എന്നിവ പിടിച്ചടക്കാനുള്ള ശ്രമം നിരന്തരമായി തുടർന്നു വരികയാണ്. ഈ വിഭാഗം സ്വന്തമായി സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിന്മേലും അവകാശവാദം ഉന്നയിക്കാനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനോ ഇന്നേവരെ സമസ്തയുടെ അണികൾ യാതൊരു നീക്കവും നടത്തിയിട്ടില്ല. എന്നാൽ സമസ്തയുടെ സ്ഥാപനങ്ങൾ കയ്യേറുകയും മഹല്ല് ഭരണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഈ വിഭാഗം സംഘടനാപരമായ ഒരു ആസൂത്രിത പദ്ധതിയായി നടപ്പിലാക്കി വരികയാണ്. ഈ നീക്കത്തിനെതിരെ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് നീതി നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ സമസ്ത നേതാക്കൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇക്കാര്യത്തിൽ നീതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി സമസ്തയുടെ നേതാക്കൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമസ്തയുടെ 90ാം വാർഷികം സംയുക്തമായി ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ സമസ്ത മേഖലകൾക്കും ഊർജ്ജം പകർന്നു നൽകുന്ന പ്രകാശത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ദേശീയ സയൻസ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. NITയിലെ ഫിസിക്സ് വിഭാഗം തലവൻ ഡോക്ടർ കെ ചന്ദ്രശേഖരൻ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണം നടക്കുന്ന വേളയിൽ തന്നെയാണ് ദേശീയ സയൻസ് ദിനാചരണം വിവിധ പരിപാടികളോടെ ശാസ്ത്രലോകം ആചരിച്ചത്. പ്രകാശമില്ലാത്ത ഒരു ലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം നിലനിൽക്കെ പ്രകാശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച സർ ഐസക് ന്യൂട്ടൺ ഉൾപ്പെടെയുള്ള വിഖ്യാതരായ ശാസ്ത്രജ്ഞരുടെ മഹത്തായ സംഭാവനകൾ എടുത്തുകാട്ടിയാണ് റീജിയണൽ സയൻസ് സെന്ററിൽ വെച്ച് ദേശീയ ശാസ്ത്രദിനം വിവിധ പരിപാടികളോടെ നടന്നത്. പ്രകാശത്തിന്റെ സ്രോതസ്സായ സൂര്യനിൽ നിന്ന് സൌരോർജ്ജം വൈദ്യുത കാന്തിക തരംഗങ്ങളായി ഭൂമിയിലെത്തുന്നതിന്റെയും അവ വൈവിധ്യങ്ങളായ ഊർജ്ജ ഉൽപാദനത്തിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന്റെയും ദൃഷ്ടാന്തങ്ങൾ സഹിതമാണ് ദേശീയ ശാസ്ത്ര ദിനാചരണം കടന്നുപോയത്. ചാത്തമംഗലം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഫിസിക്സ് വിഭാഗം തലവൻ ഡോക്ടർ കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇനിയുള്ള നാളുകളിലും പ്രകാശം എന്ന അത്ഭുത പ്രതിഭാസം ശാസ്ത്രലോകത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് നിമിത്തമാകുമെന്ന ആഹ്വാനത്തോടെയാണ് പരിപാടിക്ക് സമാപനമായത്. ആചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പെയിന്റിംഗ് മത്സരങ്ങളും നടന്നു. മേഖലാ ശാസ്ത്രകേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ ചടങ്ങുകളിൽ അധ്യക്ഷത വഹിച്ചു. KM സുനിൽ നന്ദി പ്രകാശിപ്പിച്ചു. KATF കോഴിക്കോട് റവന്യൂ ജില്ലാ സംഗമവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കോഴിക്കോട് MSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് റവന്യൂ ജില്ലാ സംഗമവും യാത്രയപ്പ് സമ്മേളനവും നടന്നു.
കോഴിക്കോട് MSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതായ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തൊഴിൽ വൃത്തി ഏറ്റവും സത്യസന്ധവും ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുക. അധ്യാപകരുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങളും അക്കാദമിക് വിഷയങ്ങളുമാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന അറബിക് അധ്യാപക മത്സരത്തിലും ജില്ലയിൽ 1ാം സ്ഥാനം നേടിയവരെ അനുമോദിക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് KATF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K മോയിൻകുട്ടി മാസ്റ്റർ, OM അസീസ് മാസ്റ്റർ, മേനിക്കണ്ടി കുഞ്ഞബ്ദുള്ള, OV മൂസ മാസ്റ്റർ, TK കുഞ്ഞമ്മദ് മാസ്റ്റർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. KATF റവന്യൂ ജില്ലാ പ്രസിഡന്റ് MA ലത്തീഫ് ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. KATF സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് A മുഹമ്മദ്, C അബ്ദുൾ അസീസ്, A സാലി ഫാറൂഖി, ഉമ്മർ ചെറുപ്പ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത കായിക അധ്യാപക സംഘടന കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. DPETA നേതൃത്വത്തിൽ നടന്ന സമ്മേളനം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. DPETA, KPSPETA എന്നീ സംയുക്ത കായിക അധ്യാപക സംഘടനകളുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നത്. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് KK അധ്യക്ഷം വഹിച്ചു. കളിയെഴുത്തുകാരനും പ്രസ് ക്ലബ് പ്രസിഡന്റുമായ കമാൽ വരദൂർ ആരോഗ്യ കേരളത്തിന് കായിക വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ A മുസ്തഫ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി KCA ബഷീർ, സായ് അത്ലറ്റിക് കോച്ച് സതീഷ് മാത്യു, TH അബ്ദുൾ മജീദ്, ജോളി CC, CA റോക്കച്ചൻ, പുഷ്പാകരൻ, T ബാബുരാജ്, നബീൽ K, രാജീവ് VK എന്നിവർ സംസാരിച്ചു. KPSPETA സംസ്ഥാന ചെയർമാൻ പ്രഭാകരൻ കൊറത്ത് പതാക ഉയർത്തി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന അനുമോദന യോഗം കോർപ്പറേഷൻ കായിക സ്ഥിരം സമിതി അധ്യക്ഷ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. DD ഡോക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലൂസി വർഗീസ്, KT ജോസഫ്, KK മുഹമ്മദ് അഷ്റഫ്, E കോയ, ആനന്ദൻ, A മുസ്തഫ എന്നിവർ സംസാരിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ കടകൾ, മസാല കടകൾ, തുണിക്കടകൾ എന്നിവ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന സംഘം കൊയിലാണ്ടി പോലീസിന്റെ പിടിയിൽ. സംഘത്തലവനായ മലപ്പുറം പൊന്നാനി സ്വദേശി അൻസാറിനെ കൊയിലാണ്ടി CI AR ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. ജില്ലകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘം പോലീസ് പിടിയിലായി. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ കടകൾ, തുണിക്കടകൾ, മസാല കടകൾ എന്നിവ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന കുറുവങ്ങാട് വരക്കുന്നുമൽ മൻസൂർ, മുത്താമ്പി നടേരി സ്വദേശി കണ്ണിറ്റിയുടെ വീട്ടിൽ നിഷാദ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഘത്തലവനായ മലപ്പുറം പൊന്നാനി സ്വദേശി പറമ്പിൽ വീട്ടിൽ അൻസാറിനെ കൊയിലാണ്ടി CI ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പൊന്നാനിയിൽ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ മൻസൂറിന്റെ ബന്ധു കൂടിയാണ് അൻസാർ. ഇയാൾക്കെതിരെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. വിദേശികളെ ആക്രമിച്ച് പിടിച്ചുപറി നടത്തിയതിന് കേസ് നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ പൂക്കാട് അങ്ങാടിയിലുള്ള ഒരു മൊബൈൽ കട കുത്തിത്തുറന്ന് 30ഓളം മൊബൈലുകളും 12,000 രൂപയും സംഘം കവർന്നതായി ഇവർ പോലീസിൽ സമ്മതിച്ചു. SI രാമകൃഷ്ണൻ, മോഹനകൃഷ്ണൻ, സന്തോഷ് മാമ്പാട്ടിൽ, MP ശ്യാം, റിയാസ്, മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വാർത്തയിലൊരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപ്പാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബ്രേക്ക് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ. ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീം കോട്ടൺ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢീനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ. 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ
ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. പുതിയാപ്പ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MLA AK ശശീന്ദ്രൻ നിർവഹിച്ചു. 72 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയാപ്പ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ട് 72 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MLA AK ശശീന്ദ്രൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ A പ്രദീപ് കുമാർ MLA മണ്ഡലത്തിന്റെ പ്രതിനിധിയായി വന്നതിന് ശേഷം വാർഡ് കൌൺസിലർ VK മോഹൻദാസ് അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ TC രാമചന്ദ്രൻ, പ്രധാനാധ്യാപിക K ശോഭന, PTA പ്രസിഡന്റ് K സുനിൽകുമാർ, അരേ സമാജം പുതിയാപ്പ പ്രസിഡന്റ് C പ്രസാദ്, പറമ്പത്ത് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി UT ഷൺമുഖൻ, A ജനാർദ്ദനൻ, IV രാജേന്ദ്രൻ മാസ്റ്റർ, CK പ്രവി, MP ഗണേഷ്, U വിജയൻ, പ്രമോദ് മോവനാരി, സംഗീത എന്നിവർ സംസാരിച്ചു. മലപ്പുറം വണ്ടൂരിൽ ബസ്സിൽ വെച്ച് മോഷണം നടത്തുന്നതിനിടെ അന്യസംസ്ഥാനക്കാരായ 2 സ്ത്രീകളെ പോലീസ് പിടികൂടി. മധുര സ്വദേശികളായ വേണി, സഹോദരി സുഗന്ധി എന്നിവരാണ് പിടിയിലായത്. ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. വണ്ടൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാളികാവ് സ്വദേശിയായ രജനിയുടെ മകളുടെ പാദസരം മോഷണം പോയത്. ബസ്സിൽ കയറുന്നതിനിടെ 2 തമിഴ് സ്ത്രീകൾ കൂടെയുണ്ടായിരുന്നതായി രജനി പറഞ്ഞു. ഇതോടെ നാട്ടുകാർ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഏറെ നിർബന്ധിച്ചപ്പോഴാണ് രേഖാമൂലം പരാതി നൽകാൻ രജനി തയ്യാറായത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷണം നടത്തിയത് തമിഴ്നാട് സ്വദേശികളായ സഹോദരിമാരാണെന്ന് കണ്ടെത്തി. മധുര സ്വദേശിയായ വേണി, സഹോദരി സുഗന്ധി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന തമിഴ്നാട് സംഘങ്ങൾ ഏറെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റി ജൈക്ക ധനസഹായത്തോടെ നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടം കോഴിക്കോട് തുടങ്ങി. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനാവുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചു. പ്രവൃത്തി തുടങ്ങി 11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് വെള്ളം ലഭ്യമാകും. ആവേശവും ആഹ്ലാദവും മുറ്റിനിന്ന അന്തരീക്ഷത്തിൽ ജില്ലയുടെ ചിരകാലാഭിലാഷമായ ജപ്പാൻ കുടിവെള്ള പദ്ധതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെയും ബാലുശ്ശേരി, നരിക്കുനി, നന്മണ്ട, കാക്കൂർ, ചേളന്നൂർ, കക്കോടി, തലക്കുളത്തൂർ, കുരുവട്ടൂർ, കുന്നമംഗലം, പെരുവയൽ, പെരുമണ്ണ, ഒളവണ്ണ, കടലുണ്ടി എന്നീ 13 സമീപ പഞ്ചായത്തുകളിലെയും 12.08 ലക്ഷം ജനങ്ങൾക്ക് ശനിയാഴ്ച മുതൽ വെള്ളം ലഭിച്ചു തുടങ്ങും. ഞായറാഴ്ചയോടെ ഇപ്പോൾ മാവൂരിൽ നിന്ന് വെള്ളം ലഭിക്കുന്ന എല്ലായിടത്തും ദിവസം മുഴുവനും വെള്ളം ലഭ്യമാവും. വെള്ളിയാഴ്ച വൈകിട്ട് പദ്ധതി ഉദ്ഘാടനത്തിന് ശേഷം പൊറ്റമ്മൽ, മലാപ്പറമ്പ്, ബാലമന്ദിരം എന്നിവിടങ്ങളിലെ സംഭരണികളിൽ വെള്ളം നിറയ്ക്കും. പ്രതിദിനം 174 ദശലക്ഷം ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്തിന് അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നിലവിൽ മാവൂരിൽ നിന്ന് വെള്ളം ലഭിക്കുന്ന ഫറോക്കിലും വെള്ളം ലഭ്യമാവും. ഇതിനു പുറമെ പദ്ധതിയുടെ ജലസംഭരണി നിലകൊള്ളുന്ന ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ പഞ്ചായത്തുകളിൽ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പദ്ധതി 1 മാസത്തിനകം ആരംഭിച്ച് 1 വർഷത്തിനകം പൂർത്തിയാക്കും. സംസ്ഥാനം കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കാൻ പോവുകയാണ്. ഇത് നേരിടാൻ ബൃഹത് കർമ്മ പദ്ധതി തയ്യാറാക്കി തുടർ നടപടികൾക്കായി ജലസേചന മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും അവിടങ്ങളിലെ മന്ത്രിമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഇത് പ്രാദേശിക തലങ്ങളിലും നടപ്പാക്കും. നിലവിലെ പദ്ധതി വിപുലീകരിച്ച് എല്ലായിടത്തും വെള്ളം ലഭ്യമാക്കാനുള്ള പദ്ധതികൾക്ക് കേരള വാട്ടർ അതോറിറ്റി മുൻകൈയെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജലവിഭവ മന്ത്രി PJ ജോസഫ് അധ്യക്ഷം വഹിച്ചു. വിതരണ ശൃംഖല സമർപ്പണവും മുഖ്യപ്രഭാഷണവും പഞ്ചായത്ത് സാമൂഹിക നീതി മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. ട്രാൻസ്മിഷൻ മെയിൻ സമർപ്പണം മേയർ AK പ്രേമജം നിർവഹിച്ചു. MLAമാരായ A പ്രദീപ് കുമാർ, എളമരം കരീം, പുരുഷൻ കടലുണ്ടി, AK ശശീന്ദ്രൻ, PTA റഹീം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ജില്ലാ കളക്ടർ N പ്രശാന്ത്, TC സുബ്രൻ, MT പത്മ, കിഷൻ ചന്ദ്, ചെന്നൈയിലെ ജപ്പാന്റെ ആക്ടിംഗ് കോൺസുൽ ജനറൽ കോജി സുഖിയാമ, DCC പ്രസിഡന്റ് KC അബു, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ എന്നിവർ സംസാരിച്ചു. 806 കോടി ചെലവിൽ നടപ്പാക്കിയ പദ്ധതിയിൽ 123 കിലോമീറ്റർ പ്രദേശത്താണ് വെള്ളം ലഭിക്കുക. മതേതര ഭാരതത്തിനായി സമർപ്പിത യൗവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡല സമ്മേളനവും യുവസംഗമവും പൊതുസമ്മേളനവും നടന്നു. മണ്ഡല സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് D സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മതേതര ഭാരതത്തിനായി സമർപ്പിത യൗവനം എന്ന സന്ദേശത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം സമ്മേളനം
അരക്കണർ അങ്ങാടിയിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രഭനീഷ് കൊമ്മടത്ത് അധ്യക്ഷം വഹിച്ച പരിപാടി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. NUC അഖിലേന്ത്യാ സെക്രട്ടറി ഷറഫുന്നീസ കാരോളി, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി ഷാജി മുണ്ടക്കൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P മാധവദാസ്, DCC അംഗം P രാമകൃഷ്ണൻ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആഷിഖ് പിലാക്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് M ഷെറി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും യുവജനങ്ങളിൽ മതേതര ജനാധിപത്യ ചിന്തകൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചത്. പന്നിയങ്കര തിരുവണ്ണൂർ പ്രദേശത്തെ അപകട വളവ് നിവർത്തി. സമീപത്തെ സ്വകാര്യ ഫ്ളാറ്റുകാർ ഭൂമി വിട്ടുകൊടുത്തതോടെയാണ് റോഡ് നവീകരണം നടത്തിയത്. റെസിഡൻസ് കമ്മിറ്റി ചെയർമാൻ മുൻ മേയർ O രാജഗോപാൽ, കൺവീനർ കലാമുദ്ദീൻ എന്നിവരാണ് നവീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പന്നിയങ്കര തിരുവണ്ണൂർ പ്രദേശത്തെ 12 റെസിഡൻസ് കമ്മിറ്റിയുടെ കൂട്ടായ്മയോടെ പന്നിയങ്കര തിരുവണ്ണൂർ SI ഫ്ളാറ്റിന് മുൻവശത്തെ റോഡിലെ വളവ് നിവർത്താൻ SI ഫ്ളാറ്റിലെ 28 ഉടമകളുടെ സഹായത്തോടെ മുൻവശത്തെ 1 സെന്റ് ഭൂമി വിട്ടുകൊടുത്ത് പ്രവൃത്തി ആരംഭിച്ചു. പ്രദേശത്ത് നിത്യേന അപകടം നടക്കുന്നതിനാലായിരുന്നു കമ്മിറ്റി ഈ പദ്ധതി ആവിഷ്കരിച്ചത്. സർക്കാർ ഫണ്ട് കാത്തിരുന്നാൽ റോഡിന്റെ പ്രവൃത്തി ഏറെ വൈകുമെന്നതിനാൽ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച 3 ലക്ഷം രൂപ ഇതിനുവേണ്ടി ചിലവഴിച്ചാണ് പ്രവൃത്തി നടത്തുന്നതെന്ന് റെസിഡൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ മുൻ മേയർ O രാജഗോപാൽ, കൺവീനർ കലാമുദ്ദീൻ എന്നിവർ പറഞ്ഞു. കമ്മിറ്റിയോടുള്ള ഫ്ളാറ്റ് ഉടമകളുടെ ഉപാധികൾ ഇങ്ങനെയായിരുന്നു: SI ഫ്ളാറ്റിന്റെ മുൻവശത്തെ ചുറ്റുമതിലിന്റെ പൊളിച്ച ഭാഗം ഇപ്പോഴുള്ള അതേ പടി കെട്ടിക്കൊടുക്കുക, 1 സെന്റ് ഭൂമി റോഡിനായി വെറുതെ വിട്ടുകൊടുക്കുകയും ചെയ്യാം. അത് കമ്മിറ്റി അംഗീകരിച്ചു. മതിലിനോട് ചേർന്നു നിന്നിരുന്ന ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കാൻ KSEBക്ക് 78,000 രൂപയും മതിൽ പൊളിച്ച് മാറ്റിസ്ഥാപിക്കാൻ 1,75,000 രൂപ ചെലവഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മതിൽ പൊളിക്കുന്നതിന്റെ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. പന്നിയങ്കര തിരുവണ്ണൂർ പ്രദേശത്തെ ശ്രീകൃഷ്ണപുരം, വുഡ്ലാൻഡ്, മൈത്രി റോഡ്, മേലേരിപ്പാടം, കൊട്ടാരം, സൌഹൃദ കുടുംബവേദി, ഒലീവ്, കൈരളി, പാർവതിപുരം, ചെറുമനശ്ശേരി റോഡ്, പന്നിയങ്കര സ്നേഹവേദി എന്നീ 12 റെസിഡൻസ് കമ്മിറ്റിയുടെ കൂട്ടായ്മയോടെയാണ് റോഡിന്റെ പ്രവൃത്തി നടക്കുന്നത്. വാർത്തയിൽ ഒരിടവേള കൂടി. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. വിരൽത്തുമ്പിൽ വിജ്ഞാനത്തിന്റെ പുതുതലം തുറക്കുന്ന ഇന്ററാക്ടീവ് ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് തുടക്കം. കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 26 സർക്കാർ സ്കൂളുകളിൽ ഒരുക്കിയ ഇന്ററാക്ടീവ് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നഗരത്തിലെ 26 സർക്കാർ സ്കൂളുകളിൽ ഇന്റർ ആക്ടീവ് സ്മാർട്ട് ക്ലാസ് മുറികൾ പ്രവർത്തനം തുടങ്ങുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കുറ്റിച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി MK മുനീർ നിർവഹിച്ചു. നഗരസഭ 40.4 ലക്ഷം രൂപ ചെലവിൽ ഒരുക്കിയതാണ് പദ്ധതി. കേരളത്തിൽ ഇത്രയധികം സ്കൂളുകളിൽ ഒന്നിച്ച് ഇത്തരം ക്ലാസുകൾ ഒരുക്കുന്നത് ആദ്യമായാണ്. ഇന്ററാക്ടീവ് സ്മാർട്ട് ബോർഡ്, ലാപ്ടോപ്പ്, പ്രൊജക്ടർ, ഓഡിയോ സിസ്റ്റം, UPS, കോഡ്ലെസ് മൈക്ക് എന്നിവയാണ് ഒരു സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് 1.5 ലക്ഷം രൂപ ചെലവിൽ കോർപ്പറേഷൻ നൽകുന്നത്. ഡിജിറ്റൽ ബോർഡിൽ ചിത്രങ്ങൾ വരയ്ക്കാനും നിറങ്ങൾ മാറ്റാനും വിവിധ രീതികളിൽ രചനകൾ നടത്താനും കഴിയും. ചിത്രങ്ങൾ ത്രിമാന സംവിധാനത്തിൽ കാണാമെന്നതും ക്ലാസ് നഷ്ടപ്പെടുന്നവർക്ക് ഉപകാരപ്പെടും വിധം എല്ലാ ക്ലാസും റെക്കോർഡ് ചെയ്ത് കാണാമെന്നതും പ്രത്യേകതയാണ്. ഹയർ സെക്കൻഡറി അടക്കം വിവിധ പാഠ്യപദ്ധതികൾ പുതിയ ക്ലാസ് മുറികളിലേക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. മേയർ പ്രൊഫസർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. DDE ഗിരീഷ് ചോലയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M രാധാകൃഷ്ണൻ മാസ്റ്റർ, K മുഹമ്മദ് അലി, P കിഷൻ ചന്ദ്, CP മുസാഫർ അഹമ്മദ്, കവിത അരുൺ, ശ്രീവല്ലി രാമൻ, വിദ്യാ ബാലകൃഷ്ണൻ, PP അബ്ദുള്ളക്കുട്ടി, CH അജയ്കുമാർ,
പി മുസ്തഫ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ സ്വാഗതവും ജിയോ ജെയ്സൺ നന്ദിയും പറഞ്ഞു. മറ്റൊരു ജില്ലക്കാർക്കും ലഭിക്കാത്ത അവസരമാണ് ഗോത്രകലകൾ കാണാൻ കോഴിക്കോട്ടുകാർക്ക് ലഭിച്ചതെന്ന് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നേതൃത്വത്തിൽ നടത്തുന്ന ഉത്സവം 2015 മൂന്നാം ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുഷ്ഠാന കലാരൂപങ്ങളെയും ഗോത്രകലകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ബീച്ചിൽ ഒരു സ്ഥിരം വേദിയൊരുക്കി അവ അവതരിപ്പിക്കാനുള്ള സംവിധാനമൊരുക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് പറഞ്ഞു. അന്യം നിന്നു പോകുന്ന കേരളീയ കലാരൂപങ്ങളെ പരിപോഷിപ്പിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി DTPC ഒരുക്കിയ ഉത്സവം 2015 മൂന്നാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ ഇതുപോലെ വേദി, ഇതൊക്കെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഭാഗ്യമാണ്. ഇത് ഭാഗ്യമാണെന്ന് ഞാൻ പറയാൻ കാരണം മറ്റ് ജില്ലകളിലും മറ്റ് നഗരങ്ങളിലും ഞാൻ കണ്ടിട്ടില്ലാത്ത പ്രത്യേകതയാണ്. വട്ടപ്പാട്ട് ഒപ്പന വിദഗ്ധൻ KV ഗോപാലനെയും ചവിട്ടുനാടകം വിദഗ്ധൻ ജോസഫ് സലീമിനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഗോപാലൻ നേതൃത്വം നൽകുന്ന കാസർഗോഡ് ഉദിനൂർ സെൻട്രൽ യൂണിറ്റിയുടെ വട്ടപ്പാട്ട്, ഒപ്പന എന്നിവയും ജോസഫ് സലീം നേതൃത്വം നൽകുന്ന എറണാകുളം നോർത്ത് പറവൂർ കേരള ചവിട്ടുനാടക അക്കാദമിയുടെ ചവിട്ടുനാടകവും അരങ്ങേറി. ഖാലിദ് കിളിമുണ്ട, PG രാജീവ് എന്നിവർ സംസാരിച്ചു. നാദാപുരം നാടിന്റെ നൊമ്പരം എന്ന പേരിൽ കോഴിക്കോട് SDPI നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അരിയടുത്ത് പാലത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിചേർന്നു. മുതിരക്കുളത്ത് നടന്ന പൊതുയോഗം SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം E അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. നാദാപുരം നാടിന്റെ നൊമ്പരം എന്ന പേരിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. അരയടുത്ത് പാലത്ത് നിന്നും ആരംഭിച്ച റാലി മുതലക്കുളം മൈതാനിയിൽ സമാപിച്ചു. റാലിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം, സെക്രട്ടറി PK ഉസ്മാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VT ഇക്രാമുൽ ഹഖ്, AK അബ്ദുൾ മജീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് TKK ഫൈസി, M അഹമ്മദ് മാസ്റ്റർ, സെക്രട്ടറിമാരായ S നജീബ്, ജലീൽ സക്കാഫി, ഷുക്കൂർ മാസ്റ്റർ, ട്രഷറർ MA സലാം, ഇസ്മായിൽ കമന, സലീം കാരാടി, മുസ്തഫ കൊമരി എന്നിവർ നേതൃത്വം നൽകി. മുതലക്കുളത്ത് നടന്ന പൊതുയോഗം SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം E അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. നാദാപുരത്ത് മുസ്ലിം ലീഗിന്റെ ശൌര്യമുഖവും CPMന്റെ ക്രൌര്യമുഖവും നാടിനാപത്താണെന്നും ഇരു പാർട്ടികളും വർഗീയതയുടെ കാര്യത്തിൽ സയാമിസ് ഇരട്ടകളാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മുസ്ലിം ലീഗും CPM മുസ്ലിം ലീഗും തമ്മിൽ നല്ല ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് അധ്യക്ഷം വഹിച്ചു. ശാന്തി കുരുക്കുന്ന നാദാപുരം എന്ന CD O അബ്ദുള്ള A വാസുവിന് നൽകി പ്രകാശനം ചെയ്തു. SDTU സംസ്ഥാന പ്രസിഡന്റ് A വാസു, SDPI ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ, O അബ്ദുള്ള, BSP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗഫൂർ പുതുപ്പാടി, PDP സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി EK അബ്ദുള്ള, മൈക്ക സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ E അബ്ദുൾ റഷീദ്, സുന്നി യുവജന ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫാറൂഖി മുഹമ്മദ്, MES കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PK അബ്ദുൾ ലത്തീഫ്, തൂണരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ച CP സലാം നാദാപുരം, ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമേരി എന്നിവർ സംസാരിച്ചു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ആരംഭിച്ചു. മധുരമിഠായി എന്ന പേരിൽ നടത്തുന്ന വാർഷികാഘോഷം മാർച്ച് 13 വരെ നീണ്ടുനിൽക്കും. വാർഡ് കൌൺസിലർ പ്രസീജ വെണ്ണക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഫെബ്രുവരി 27 മുതൽ മാർച്ച് 31 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുകയാണ്. മധുരമിഠായി എന്ന പേരിലാണ് ഇത്തവണ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ദീർഘകാല അധ്യാപക സഭയിൽ നിന്ന് വിരമിക്കുന്ന ഗുരുനാഥന്മാർക്കുള്ള യാത്രയപ്പ് പരിപാടിയും വൈവിധ്യമാർന്ന ഒട്ടേറെ കലാ സാംസ്കാരിക പരിപാടികളുമാണ് വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള മെഗാ ക്യൂസ് അറിവരങ്ങ് കൌൺസിലർ പ്രസീജ വെണ്ണക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അരവിന്ദൻ അധ്യക്ഷം വഹിച്ചു. പ്രധാന അധ്യാപിക ജെസി ബി മറ്റം, MPT ചെയർപേഴ്സൺ നജു, മുൻ PTA പ്രസിഡന്റ് ON ഉമ്മർ, C സുധാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രാജൻ പിള്ള സാറിന് സമാദരണം എന്ന പേരിൽ ആദരണം, മാതൃതരംഗം എന്ന പേരിൽ രക്ഷാകൃത സംഗമം, സാംസ്കാരിക ഘോഷയാത്ര, യാത്രാമംഗളം, സ്വരദളം സംഗീത വിരുന്ന്, പുസ്തക പ്രദർശനം, മധുര സ്മൃതികൾ എന്ന പേരിൽ അധ്യാപക സംഗമം, ശലഭോത്സവം എന്ന പേരിൽ നഴ്സറി കലോത്സവം, കുട്ടികളുടെ കലാപരിപാടികൾ, കലാസബര്യ എന്നിവയും നടക്കും. പ്രധാനാധ്യാപിക ജെസി ബി മറ്റം, PTA പ്രസിഡന്റ് N അനിൽകുമാർ, സ്വാഗത സംഘം ചെയർപേഴ്സൺ പ്രസിജ വെണ്ണക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘമാണ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. ജനനന്മയ്ക്ക് യുവമുന്നേറ്റം എന്ന പ്രമേയത്തിൽ നാഷണൽ യൂത്ത് ലീഗ് കോഴിക്കോട് മേഖലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന പ്രതിനിധി സംഗമം INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NK അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. NYL കോഴിക്കോട് ജില്ലാ ട്രഷറർ നാസർ വളയിൽ അധ്യക്ഷം വഹിച്ചു. അഷ്കർ മാത്തോട്ടം, സ്വാലിഹ് മേടപ്പിൽ, ഷർമദ് ഖാൻ, VK കരീം, അഗ്നാസ്,
ഷാജിദ് വടകര, മുസ്തഫ വെള്ളിമാടുകുന്ന് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അസോസിയേറ്റഡ് NCC ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവും ശില്പശാലയും ആരംഭിച്ചു. ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിലെ വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് സ്കൂളിലാണ് പരിപാടികൾ നടക്കുന്നത്. സമ്മേളനം മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 1 രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം NCC കോഴിക്കോട് ഗ്രൂപ്പ് കമാൻഡർ S രാജാറാം ഉദ്ഘാടനം ചെയ്യും. നാടകപ്രവർത്തകനായിരുന്ന ആഹ്വാൻ സെബാസ്റ്റ്യന്റെ 4ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ കോഴിക്കോട് നടക്കും. മാർച്ച് 2 കോഴിക്കോട് ടൗൺഹാളിൽ നടക്കുന്ന ആഹ്വാൻ സ്മൃതി സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുരോഗമന കലാ സാഹിത്യ സംഘം, ആഹ്വാൻ സെബാസ്റ്റ്യൻ അനുസ്മരണ സമിതി എന്നിവർ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആഹ്വാൻ സ്മൃതിയിൽ അനുസ്മരണ സമ്മേളനം, പുരസ്കാര സമർപ്പണം, നാടകാവതരണം എന്നിവ നടക്കും. ITM മെറിറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന പേരിൽ 2015 മെയ് മാസം നടത്തുന്ന സ്കോളർഷിപ്പ് യോഗ്യതാ പരീക്ഷയിൽ യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് ITM ക്യാമ്പസിലേക്കുള്ള വിവിധ സ്ഥാപനങ്ങളിലെ ഡിഗ്രി PG കോഴ്സുകൾ യോഗ്യതയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണെന്ന് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഹിറ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 28 വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തതോടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായോ അക്ഷയ സെന്റർ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിലാസം www.itmmet.com. നെല്ലിക്കോട് ചിന്മയ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാവന്ദനം ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ ഗോപാലൻ മനോജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് DK രാജേഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. PTA സെക്രട്ടറി ഉഷപ്രഭ, ബ്രഹ്മചാരി മുകുന്ദ ചൈതന്യ, മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ ശ്രീനിവാസൻ, PTA ട്രഷറർ പാർവതി എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് 15 വർഷത്തിനു മേലെ അധ്യാപന പരിചയ സമ്പത്തുള്ള വിദ്യാലയത്തിലെ ഗുരുജനങ്ങളെ ആദരിച്ചു. രാജ്യപുരസ്കാർ, നാഷണൽ, സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാരീരിക ആവശ്യതയുള്ള സഹപാഠികളെ സ്നേഹോഷ്മളവുമായി പരിചരിച്ച് മനുഷ്യനന്മയുടെ മൃദുപാഠങ്ങൾ കോർത്തു തന്ന പറമ്പിൽക്കടവ് UP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി വിസ്മയെയും ചടങ്ങിൽ ആദരിച്ചു. ഒമാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിങ് ഗ്രൂപ്പിന്റെ KTT വെഞ്ചർ കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ടൂറിസം, ഹോട്ടൽ, ട്രാവൽ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണ് KTT വെഞ്ചേഴ്സിന്റെ ലക്ഷ്യം. കേരളത്തിലെ പഴയ തറവാടുകളും ഇല്ലങ്ങളും തനിമ ചോരാതെ നിലനിർത്തി ടൂറിസം രംഗത്ത് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹനുമാൻ സേന ഭാരതിന്റെ 2ാം സ്ഥാപക ദിന സംസ്ഥാന സമ്മേളനം മാർച്ച് 3 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടക്കും. ഹനുമാൻ സേന ദേശീയ ചെയർമാൻ SV ശ്രീധർജി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന ചെയർമാൻ MM ഭക്തവത്സലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് കൊല്ലം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പരാവർത്തന മാമാങ്കം, പ്രതിനിധി സമ്മേളനം, റാലി എന്നിവ പരിപാടികളുടെ ഭാഗമായി നടക്കും. ഇന്ത്യൻ കൌൺസിലേഴ്സ് അസോസിയേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല കോഴിക്കോട് നടന്നു. കുട്ടികളിലെ പഠന വൈകല്യവും പരിഹാരവും എന്ന വിഷയത്തിലാണ് ശില്പശാല നടന്നത്. വിവിൻ റോളറ്റ് ക്ലാസ് എടുത്തു. ഡോക്ടർ ശിവരാജൻ, ഡോക്ടർ മുസ്തഫ, വിജയൻ കണ്ടമ്പത്ത്, പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി നടത്തപ്പെടുന്ന 6ാമത് ടിപ്സ് മോഡൽ എൻട്രൻസ് പരീക്ഷ ഏപ്രിൽ 5 സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം കേന്ദ്രങ്ങളിൽ നടക്കും. രാവിലെ 10 മുതൽ 12 വരെയാണ് പരീക്ഷ. വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കുന്നതിനും പരീക്ഷാ സംവിധാനത്തെ പരിചയപ്പെടുത്താനുമാണ് ടിപ്സ് നടക്കുന്നത്. MSM സംസ്ഥാന സമിതിയാണ് ടിപ്സ് സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. www.tipsexam.org എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള സൌകര്യവുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്യസംസ്ഥാന മോഷ്ടാക്കൾക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചു. മലപ്പുറത്ത് പിടിയിലായത് 2 സ്ത്രീകൾ. സമസ്തയുടെ സമാധാനപരമായ പ്രവർത്തനത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചേ മതിയാകൂവെന്ന് സമസ്ത കേരള ജമായത്തുൽ ഉലമ. ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകാശോർജ്ജത്തെക്കുറിച്ച് സെമിനാർ കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്,
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.